കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രിക്സിന്റെ ജനറൽ ഫോമും കുറച്ച് ബേസിക് കൺസെപ്റ്റ്സും ആണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾജിബ്ര, മെട്രിസസിന്റെ ആൾജിബ്ര, അതായത് എപ്പോഴാണ് മെട്രിസസ് ഈക്വൽ ആവുക, എങ്ങനെയാണ് നമ്മൾ മെട്രിസസിന്റെ അഡീഷൻ ഡിഫൈൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യുക, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുക, പിന്നെ എങ്ങനെയാണ് രണ്ട് മെട്രിക്സസ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആൾജിബ്രയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ റീക്യാപ്പ് ചെയ്യാം. നമ്മൾ കണ്ടു ഒരു m/n മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A11, A12, A13 എക്സെട്ര A1n, A21, A22, A23 എക്സെട്ര A2n എക്സെട്ര. m/n ൽ ആദ്യം പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോ am1, am2, am3, amn. ഓർത്തിരിക്കാൻ ഇതാണ് എളുപ്പം, mn, ആദ്യം mn. അപ്പൊ ഇവിടെ എഴുതുമ്പോഴും mn. ഇങ്ങനെയാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴി. ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി നൊട്ടേറ്റ് ചെയ്യാം, aij, where I equal to 1, 2, etc. m, j equal to 1, 2, etc. n. ഇതും ഒരു നൊട്ടേഷൻ സ്റ്റൈലാണ് നമ്മുടെ മെട്രിക്സ് കാണിക്കുന്നതിന്. ഇനി നമുക്ക് ആൾജിബ്ര ഓഫ് മെട്രിസസിലേക്ക് കടക്കാം. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് രണ്ട് മെട്രിസസ് ഈക്വൽ ആവുക, ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. അപ്പോ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ട് മെട്രിസസ് ഉണ്ടെന്ന് വിചാരിക്കുക. മെട്രിസസ് എ ആൻഡ് ബി are said to be equal if ആദ്യത്തെ കണ്ടീഷൻ, the size of both A and B are equal. അതായത് എ എന്ന മെട്രിക്സിന്റെ സൈസും ബി എന്ന മെട്രിക്സിന്റെ സൈസും സെയിം ആയിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, all of their corresponding entries must be equal. അപ്പോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ എ എന്ന മെട്രിക്സ് ഇതാന്ന് വിചാരിക്കുക, A1, B1, C1, A2, B2, C2. ബി എന്ന മെട്രിക്സ് X1, Y1, Z1, X2, Y2, Z2. ഇനി ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും സൈസ് ആണ്. അപ്പോ എക്ക് 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പൊ എയുടെ സൈസ് 2/3. അതേപോലെ തന്നെ ബിയുടെ നോക്കുമ്പോൾ ബിന് 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പൊ ബിയുടെ സൈസും 2/3. അപ്പോ എയുടെയും ബിയുടെയും സൈസ് സെയിം ആണ്. അപ്പോ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് എയും ബി ആവണമെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എൻട്രീസും കൂടി ഈക്വൽ ആവണം. അപ്പോ എയും ബിയും സെയിം സൈസ് ആണ്. Now we can say that A and B are equal if
ഇഫ് എന്ന് മാത്രമാക്കണ്ട, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് എ എം ബി ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയാണെങ്കിൽ ഈക്വലും രണ്ടും വരും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ആദ്യത്തെ ടേമും ഇപ്പുറത്തെ കറസ്പോണ്ടിങ് ആദ്യത്തെ ടേമും ഈക്വൽ ആവണം. പിന്നെ നമ്മളുടെ ഫസ്റ്റ് റോയത്തെ രണ്ടാമത്തെ ടേമും ഈക്വൽ ആവണം. ഇതേപോലെ ഓരോന്ന് ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, എ ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഐ ഈക്വൽ ടു 1,2. അതായത് A1 x1നോട് ഈക്വൽ ആവണം, A2 x2നോട് ഈക്വൽ ആവണം. അതേപോലെ തന്നെ BI ഈക്വൽ ടു YI ഫോർ I ഈക്വൽ ടു 1,2. അതായത് B1 ഈക്വൽ ടു Y1 ആവണം, B2 ഈക്വൽ ടു Y2 ആവണം. ആൻഡ് CI ഈക്വൽ ടു ZI ഫോർ I ഈക്വൽ ടു 1,2. C1 Z1നോട് ഈക്വൽ ആവണം, C2 Z2നോട് ഈക്വൽ ആവണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഈക്വൽ മെട്രിസസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ഓപ്പറേഷൻ ആണ് എഡീഷൻ എന്ന് പറയുന്ന, നമ്മൾ സാധാ പഠിച്ചിരിക്കുന്ന എഡീഷൻ. മെട്രിസസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോ suppose we have two matrices A and B, then A plus B is defined. Only if the size of A and B are equal. നേരത്തെ രണ്ട് മെട്രിസസിന്റെ ഈക്വാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ രണ്ട് മെട്രിസസിനും സെയിം സൈസ് ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അഡീഷൻ ചെയ്യണമെങ്കിലും നമുക്ക് ഈക്വൽ സൈസ് ഉള്ള മെട്രിസസ് തമ്മിൽ മാത്രമേ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വൽ സൈസ് അല്ലെങ്കിൽ അഡീഷൻ ഓഫ് മെട്രിസസ് ഡിഫൈൻഡ് അല്ല. ആൻഡ് നമുക്ക് എയുടെ ജനറൽ ഫോം AIJ എന്ന് വിചാരിക്കാം, ബിയുടെ ജനറൽ ഫോം BIJ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ A പ്ലസ് ബി എന്ന് പറയുന്നത് AIJ പ്ലസ് BIJ. ഇതായിരിക്കും ആ മെട്രിസിന്റെ ജനറൽ ഫോം. നമുക്കൊരു എക്സാമ്പിൾ കാണാം, അപ്പൊ കുറച്ചും കൂടി അത് ക്ലിയർ ആവും. എക്സാമ്പിൾ, ലെറ്റ് A equal to matrix 3, 2, -1, 4, -3, 1, and B equal to matrix 1, -2, 7, 3, -1, 4. ഇനി A പ്ലസ് ബി ചെയ്യാം നമുക്ക്. ദെൻ A പ്ലസ് ബി ഈക്വൽ ടു, A പ്ലസ് ബി എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് പ്ലേസുകളിലെ ടേംസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോ ഇവിടേക്ക് വരുമ്പോൾ എയുടെ ആദ്യത്തെ ടേമും ബിയുടെ ആദ്യത്തെ ടേമും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോ 3 + 1. അടുത്തത് എയിലെ ഫസ്റ്റ് റോയത്തെ രണ്ടാമത്തെ ടേമും ബിയിലെ ഫസ്റ്റ് റോയത്തെ രണ്ടാമത്തെ ടേമും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 2 +
-2. അടുത്തത് നമ്മൾ എയുടെ ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ ടേമും ബിയിലെ ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ ടേമും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ -1 + 7. ഇതേപോലെ സെക്കൻഡ് റോയും നമ്മൾ ചെയ്യണം. അപ്പോ 4 + 3 -3 + -1 -3 + -1 1 + 4. അപ്പോ എ പ്ലസ് ബി എന്ന മെട്രിക്സ് നമുക്ക് 3 + 1 4, 2 + -2 0, -1 + 7 6, 4 + 3 7, -3 + -1 -4, 1 + 4 5. ഇതായിരിക്കും എ പ്ലസ് ബി എന്ന മെട്രിക്സ്. ഇനി നമുക്ക് ബി പ്ലസ് എ എന്താണ് ആവുമെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി പ്ലസ് എ എന്താവുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു ബി 1 -2 7, 3 -1 4 plus 3 2 -1 4 -3 1. അപ്പൊ ഇതേപോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേമും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേമും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോ 1 + 3 -2 + 2 7 + -1 3 + 4 -1 + -3 4 + 1. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 4 0 6 7 -4 5, which is equal to A plus B. അപ്പോ നമ്മൾ ബി പ്ലസ് എ ചെയ്തപ്പോൾ നമുക്ക് എ പ്ലസ് ബി തന്നെയാണ് കിട്ടി. therefore നമുക്കൊരു പ്രോപ്പർട്ടി ഇതിൽ നിന്ന് പറയാം. matrix addition is commutative. That is A plus B equal to B plus A for two matrices A and B, for two matrices A and B of the same size. അപ്പൊ നമ്മൾ ഇതുവരെ മെട്രിക്സിന്റെ ഈക്വാലിറ്റി പഠിച്ചു, അഡീഷൻ പഠിച്ചു. രണ്ട് മെട്രിസസ് ഈക്വൽ ആവണമെങ്കിൽ അവ തമ്മിലുള്ള സൈസ് ഈക്വൽ ആവണം, പിന്നെ അവരുടെ ഓരോ കറസ്പോണ്ടിങ് എൻട്രീസും സെയിം ആയിരിക്കണം. അഡീഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ നമുക്ക് രണ്ട് മെട്രിസസിന്റെ അഡീഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ രണ്ട് മെട്രിസസും സെയിം സൈസിൽ തന്നെ ആവണം. പിന്നെ ഇൻഡിവിജ്വൽ പൊസിഷൻസിൽ ഉള്ള എലമെന്റ്സ് ആഡ് ചെയ്യാം. അടുത്ത ഓപ്പറേഷൻ ആണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ്. കെ എന്ന് പറയുന്നത് സാധാ ഏതോ ഒരു നമ്പർ. ഈ നമ്പർ ഒന്നെങ്കിൽ റിയൽ ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. അങ്ങനെയാണെങ്കിൽ ഏത്തെ ഓരോ എലമെന്റിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ m/n മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എ ബൈ കെ എന്ന് പറയുന്നത്. The m/n matrix obtained by multiplying each entry
of the matrix A by K is known as the scalar multiple of capital A by K. It is denoted by KA, K into capital A. നമുക്കൊരു എക്സാമ്പിൾ കാണാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ, let A equal to 3, 2, -1, 4, -3, 1 and K equal to 3. അങ്ങനെയാണെങ്കിൽ 3A എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എയിലെ ഓരോ എൻട്രികളും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 into 3, 2 into 3, -1 into 3, 4 into 3, -3 into 3, 1 into 3. This is equal to 9, 6, -3, 12, -9, 3. ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എ ബൈ 3. അതിന്റെ നൊട്ടേഷൻ 3A എന്നുള്ളത്. അടുത്തത് നമ്മൾ രണ്ട് മെട്രിസസ് തമ്മിൽ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി കാണാൻ പോണത്. ഡിഫറൻസ് ഓഫ് ടു മെട്രിസസ്. ഇവിടെയും ഡിഫറൻസ്, അതായത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ രണ്ട് മെട്രിസസിന്റെ ഓർഡേഴ്സ് സെയിം ആയിരിക്കണം. എഡിഷൻ പോലെ തന്നെയാണ്. the difference of two matrices A and B is defined only if the size of A and B are equal. And A minus B is defined as A plus minus B. That is A minus B equal to A plus minus 1B. അതായത് സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ക്യാപിറ്റൽ ബി ബൈ -1 പ്ലസ് ക്യാപിറ്റൽ എ, ഇതായിരിക്കും A മൈനസ് ബി എന്ന ഓപ്പറേഷൻ വരിക. ഇതുവരെ പഠിച്ച ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, find the values of A, B and C given that matrix A plus 3, 3A minus 2B, 3A minus C, A plus B plus C is equal to 2 minus 7 plus 2B, B plus 4, 8A.
നമുക്കിവിടെ തന്നിട്ടുണ്ട് ഈ രണ്ട് മെട്രിസസ് ഈക്വൽ ആണ്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എൻട്രീസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം സിൻസ് both matrices are equal, both matrices are equal, a plus 3 എന്ന് പറയുന്നത് a plus 3 എന്ന് പറയുന്നത് 2 നോട് ഈക്വൽ ആയിരിക്കണം. a plus 3 equal to 2. This implies a equal to 2 minus 3 equal to minus 1. ഇനി അടുത്തത് 3a minus 2b must be equal to minus 7 plus 2b. 3a minus 2b equal to minus 7 plus 2b. അപ്പോൾ ഈ 2b നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 7 നെ അങ്ങോട്ട് കൊണ്ടുപോവുക. This implies 4b equal to 7 plus 3a. This is equal to 7 plus 3 into നമ്മൾ a minus 1 ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 plus 3 into minus 1. This is equal to 7 minus 3 equal to 4. ഇനി അടുത്തത് 3a minus c എന്ന് പറയുന്നത് b plus 4 നോട് ഈക്വൽ ആയിരിക്കണം. നേരത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല. നേരത്തെ നമുക്ക് കിട്ടിയത് that implies 4b equal to 4 which implies b equal to 1. ഇനി അടുത്തത് 3a minus c equal to b plus 4. c നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, b നെ പ്ലസ് 4നെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. This implies c equal to 3a minus b minus 4. എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This implies c equal to 3 into minus 1 minus 1 minus 4. This is equal to minus 3 minus 1 minus 4 equal to minus 8. അപ്പോൾ നമുക്ക് കിട്ടി a equal to minus 1, b equal to 1 and c equal to minus 8. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി a plus b plus c equal to 8a ആവണം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പർപ്പസിന്. a plus b plus c equal to 8a. 8a എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 8a എന്ന് പറയുന്നത് 8 into minus 1, അപ്പം minus 8 എന്ന് കിട്ടും. അതേപോലെ തന്നെ a plus b plus c എന്ന് പറയുന്നത് minus 1 plus 1 plus minus 8 equal to minus 8. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എ ബി സിയുടെ വാല്യൂസ് കറക്റ്റ് ആണ്. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഭാഗം കൂടി ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ evaluate 2a minus 3b given a equal to 2 3 1 0 minus 1 5 and b equal to 1 2 minus 1 0 minus 1 3. അപ്പോൾ നമുക്കിവിടെ ആദ്യം 2a കാണണം, 3b കാണണം, പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 2a ഈക്വൽ ടു 2a എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിത്തെ ഓരോ എൻട്രീസും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 into 2, 3 into 2, 1 into 2, 0 into 2, minus 1 into 2, 5 into 2.
This is equal to matrix 4, 6, 2, 0, minus 2, 10. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് -3b. കാരണം 2a minus 3b is defined as 2a plus minus 3b. അപ്പൊ ഇനി നമുക്ക് 2a നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് -3b ആണ്. അപ്പൊ -3b ഈക്വൽ ടു ബി എന്ന മെട്രിക്സിലെ ഓരോ എൻട്രീസ് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into -3, 2 into -3, -1 into -3, 0 into -3, -1 into -3, 3 into -3. This is equal to -3, -6, 3, 0, 3, -9. ഇനി നമുക്ക് 2a plus -3b ചെയ്യാം. Therefore, 2a minus 3b equal to matrix 4, 6, 2, 0, minus 2, 10 plus -3, -6, 3, 0, 3, -9. രണ്ട് മെട്രിക്സിന്റെയും സൈസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി കറസ്പോണ്ടിങ് എൻട്രീസ് തമ്മിൽ ആഡ് ചെയ്യാം. This is equal to 4 plus -3, 6 plus -6, 2 plus 3, 0 plus 0, -2 plus 3, 10 plus -9. So therefore 2a minus 3b equal to 1, 0, 5, 0, 1, 1. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് മെട്രിസസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഓപ്പറേഷൻ ആണ്. അഞ്ചാമത്തത് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മളുടെ കയ്യില് രണ്ട് മെട്രിസസ് ഉണ്ട്, എയും ബിയും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് എ ബി ഇസ് ഡിഫൈൻഡ് only if the number of columns in A matches the number of rows in B. ഈ കണ്ടീഷൻ ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. എ ഇൻറ്റു ബി ചെയ്യണമെങ്കിൽ എയുടെ കോളത്തിന്റെ എണ്ണവും ബിയുടെ റോസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഓർഡർ എന്താ വരാന്ന്. അപ്പൊ ഫോർ എക്സാമ്പിൾ എയുടെ ഓർഡർ എന്ന് പറയുന്നത് m/p ആന്ന് വിചാരിക്കുക. ബിയുടെ ഓർഡർ ഞാൻ പറഞ്ഞു എയുടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ബിയുടെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആണ്. അപ്പൊ ബിയുടെ ഓർഡർ p/n. അപ്പോ എ ബി, നമുക്ക് എ ബിയുടെ ഓർഡർ ആണ് വേണ്ടത്. എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് m/p p/n ആണല്ലോ. അപ്പോ എ ബിയുടെ ഓർഡർ എന്ന് വരിക ഇതായിരിക്കും എ ബിയുടെ ഓർഡർ. അതായത് എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് m/n. അപ്പോ ഓർത്തിരിക്കാൻ ഇങ്ങനെയാണ് എളുപ്പം, m/p p/n. ഓർഡർ ഇതായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്പറും ഈക്വൽ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഒരു ജനറൽ എക്സാമ്പിൾ കാണാം. a ഈക്വൽ ടു a1
A2, A3, B equal to B1, B2, B3. അപ്പോ എയുടെ ഓർഡർ എന്ന് പറയുന്നത് ഒരു റോ 3 കോളം. അപ്പൊ എയുടെ ഓർഡർ 1/3. ബിയുടെ ഓർഡർ 3 റോ ഒരു കോളം. അപ്പൊ ബിയുടെ ഓർഡർ 3/1. അപ്പൊ നമുക്ക് എ ബി ആണ് കാണേണ്ടത്. എ ബി. അപ്പൊ എ ബി നോക്കുമ്പോൾ 1/3, 3/1. 3യും 3യും ഈക്വൽ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. എ ബിയുടെ ഓർഡർ ആയിരിക്കും 1/1. ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരാന്ന് നമുക്ക് നോക്കാം. അപ്പോ എ ബി ഈക്വൽ ടു A1, A2, A3 ഇൻറ്റു B1, B2, B3. ഇതെന്ന് പറയുന്നത് A1 ഇൻറ്റു B1, A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2, A2 ഇൻറ്റു B2 പ്ലസ് A3 ഇൻറ്റു B3, A3 ഇൻറ്റു B3. ഇതായിരിക്കും നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് ആയിട്ട് വരിക. ഈ ഓർഡർ ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരു 7ന്റെ ഷേപ്പ് ആയിരിക്കും. ഒരു 7ന്റെ ഷേപ്പ് A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് A3 ഇൻറ്റു B3. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി കാണാം. അപ്പോ കുറച്ചും കൂടി ക്ലിയർ ആവും നമുക്ക്. അടുത്ത എക്സാമ്പിൾ A ഈക്വൽ ടു 1, 3, 2, 4, 0, 1. B ഈക്വൽ ടു 3, 2, 4, 1. അപ്പോ എയുടെ ഓർഡർ 3 റോ 2 കോളം. അപ്പൊ 3/2. ബിയുടെ ഓർഡർ 2 റോ 2 കോളം. അപ്പൊ 2/2. അപ്പോ ഇനി എ ബി ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 3/2, 2/2. 2ഉം 2ഉം ഈക്വൽ ആണ്. അപ്പോ എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2. എ ബിയുടെ ഓർഡർ 3/2. ഇനി നമുക്ക് എ ബി എന്താ വരിക നോക്കാം. എ ബി ഈക്വൽ ടു 1, 3, 2, 4, 0, 1 ഇൻറ്റു 3, 2, 4, 1. നമുക്ക് ഓർത്തിരിക്കേണ്ട ഷേപ്പ് 7ന്റെ പോലത്തെ ഷേപ്പാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ വരിക 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4. 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4. ഇനി അടുത്തത് വരിക 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 1. ഇതേപോലെ നമ്മൾ അടുത്തത് എടുക്കുകയാണ്. 2 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4. 2 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4. അടുത്തത് 2 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 1. 2 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 1. ഇനി 0 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 4. 0 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 4. അടുത്തത് 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 1. അപ്പോൾ ഇതിന്റെ ഉത്തരം 1 ഇൻറ്റു 3 പ്ലസ് 12 15. 1 ഇൻറ്റു 2 പ്ലസ് 3 5. 2 ഇൻറ്റു 3 6 പ്ലസ് 6 പ്ലസ് 16.
22. 4 plus 4, 8. 0 plus 4, 4. 0 plus 1. ഇതായിരിക്കും നമ്മളുടെ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് ആലോചിക്കേണ്ട പാറ്റേൺ ഇതാണ്. 7 പോലത്തെ ഷേപ്പ്. അപ്പോൾ 1 into 3 plus 3 into 4, 1 into 2 plus 3 into 1, 2 into 3 plus 4 into 4, 2 into 2 plus 4 into 1, 0 into 3 plus 1 into 4, 0 into 2 plus 1 into 1. നമ്മൾ എഡീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ നോക്കി നോക്കാം, എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കുമോ ഇൻ ജനറൽ. അപ്പോ അതിനു വേണ്ടി ലെറ്റ് മെട്രിക്സ് എ ഈക്വൽ ടു 1, 2, 3 and b equal to 0, 5, 4. Find AB and BA. അപ്പോ എയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു റോ 3 കോളം, ഒരു റോ 3 കോളം. ബിയുടെ എന്ന് പറയുമ്പോൾ 3 റോ 1 കോളം. അപ്പോ എ ബിയുടെ സൈസ് വരുമ്പോൾ 1/3, 3/1, 3യും 3യും സെയിം ആണ്. അപ്പോൾ എ ബിയുടെ സൈസ് 1/1. ഇനി ബി എയുടെ സൈസ് നമുക്ക് നോക്കാം. ബി എയുടെ സൈസ് വരുമ്പോൾ ബി ആദ്യം എഴുതണം. അപ്പൊ 3/1, 1/3, 1ഉം 1ഉം സെയിം. അപ്പൊ ബി എയുടെ സൈസ് 3/3. അപ്പൊ നമ്മൾ ഈക്വാലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെട്രിക്സ് മറ്റേ മെട്രിക്സിനോട് ഈക്വൽ ആവണമെങ്കിൽ അവയുടെ സൈസ് ഈക്വൽ ആവണം, പിന്നെ അവരുടെ ഓരോ എൻട്രീസും ഈക്വൽ ആവണം. ഇവിടെ സൈസ് ഓഫ് എ ബി എന്ന് പറയുന്നത് 1/1ഉം സൈസ് ഓഫ് ബി എ എന്ന് പറയുന്നത് 3/3 ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ദാറ്റ് ഈസ് multiplication is not commutative. That is, multiplication is not commutative. ഇത് ഒന്ന് ഓർത്തിരിക്കേണ്ട റിസൾട്ട് ആണ്. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ഓൾവേസ്. ഇനി നമുക്ക് എ ബി കണ്ടു നോക്കാം. എ ബി ഈക്വൽ ടു 1, 2, 3 into 0, 5, 4. അപ്പോ 7ന്റെ ഷേപ്പില് 1 into 0 plus 2 into 5 plus 3 into 4. This is equal to 0 plus 10 plus 12 equal to 22. ബി എ കാണുന്നത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. അപ്പൊ നിങ്ങൾ ബി എ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവസാനത്തെ ഉത്തരം വരിക 0, 0, 0, 5, 10, 15, 4, 8, 12. ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ബി എ. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.